എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നതാ ബുക്ക് ചോറിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് തൃശ്ശൂർ നടന്ന ഹൈലൈറ്റ് മോളിൽ നടന്ന ബുക്ക് ചോറിൻ്റെ ലോക്ക് ദ ബോക്സ് എന്നതിൽ ഞാൻ സെലക്ട് ചെയ്ത ബുക്കുകളാണ് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബുക്ക് ചോർ ലോക്ക് ദ ബോക്സ് ഓൾമോസ്റ്റ് ഇന്ത്യയിലെ എല്ലാ സിറ്റീസിലും നടക്കാറുണ്ട്, മാളുകളിൽ. ഞാൻ കഴിഞ്ഞ വട്ടം ഹൈദരാബാദിലായിരുന്നപ്പോൾ ഞാൻ ബുക്ക് ചോറിൻ്റെ എക്സിബിഷൻ വിസിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത് ഹോസ്റ്റ് ചെയ്തിരുന്നത് അമീർപേട്ട് എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനിലാണ് അവരത് ഹോസ്റ്റ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ബുക്ക് ചോർ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചു തരാം. ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക സിറ്റികളിലല്ല, ഒട്ടുമിക്ക ഡിസ്ട്രിക്റ്റുകളിലും അവിടുത്തെ മാളുകളിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇവർ ചെറിയൊരു ബുക്ക് ഫെയർ പോലെ നടത്തും. അപ്പോൾ കഴിഞ്ഞ വട്ടം ഞാൻ ഹൈദരാബാദിൽ ബുക്ക് ചോറിൻ്റെ ഇതിന് പോയിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ ഈ ബുക്ക് ചോർ എന്ന് പറഞ്ഞ ഫെസ്റ്റ് ബുക്ക് ഫെയർ നടന്നിരുന്നത് അമീർപേട്ട് എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനിലാണ്. ഇപ്പം ഞാൻ എന്താ ബുക്ക് ചോറിൻ്റെ ഇത് ലോക്ക് ദ ബോക്സ് കളക്ട് ചെയ്തിരിക്കുന്നത് തൃശ്ശൂരുള്ള ഹൈലൈറ്റ് മാളിൽ നടന്ന ബുക്ക് ഫെയറിലാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ 3 ബോക്സുകൾ അവിടെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ 3 ബോക്സുകളിൽ ഇത് ഫസ്റ്റ് ബോക്സാണ്, ഏറ്റവും സ്മോളസ്റ്റ്. ഇത് കഴിഞ്ഞ് മീഡിയം ഉണ്ട്, ഇത് കഴിഞ്ഞ് ലാർജ് ഉണ്ട്. അപ്പോൾ സ്മോൾ ബോക്സിൽ നമുക്ക് ഇതിൽ പറ്റാവുന്നിടത്തോളം ബുക്സുകൾ നമുക്ക് ഫിൽ ചെയ്ത് വെക്കാം. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഒരു മീഡിയം എന്ന് പറഞ്ഞൊരു ബോക്സ് ഉണ്ട്, മൂന്നാമത്തെ ഒരു ലാർജ് ബോക്സ് ഉണ്ട്. അപ്പോൾ മീഡിയത്തിൻ്റെ വില വരുന്നത് 2000 രൂപയും ലാർജിൻ്റെ വില വരുന്നത് 3000 രൂപയാണ്. സ്മോൾ ബോക്സിൻ്റെ വില 1200 രൂപയാണ്. അപ്പം ഞാൻ എന്താ ഇപ്പോൾ മേടിച്ചിരിക്കുന്നത് 1200 രൂപയുടെ ബുക്സാണ്. ഈ 1200 രൂപയുടെ ബോക്സ് നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ മാക്സിമം ബുക്ക് നമുക്ക് ഇതിൽ കുത്തിക്കയറ്റി വയ്ക്കാം. ഈ കുത്തിക്കയറ്റി വെച്ചാൽ നമ്മൾ ബില്ല് ചെയ്ത് കഴിഞ്ഞ് ഈ സംഭവം നമുക്ക് സെല്ലോ ടൈപ്പ് വെച്ചവർക്ക് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അവർ നമ്മുടെ 1200 രൂപ വാങ്ങി ഈ ബോക്സ് നമുക്ക് ബില്ല് ചെയ്ത് തരും. അപ്പോൾ ഞാൻ ഈ ബുക്ക് ഫെയറിൽ നിന്ന് പോയത് 2ാമത്തെ ദിവസമാണ്. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഹൈദരാബാദിലെ അമീർപേട്ടിലെ മെട്രോ സ്റ്റേഷനിൽ പോയപ്പോഴും 2ാമത്തെ ദിവസമാണ് എനിക്ക് പോകാൻ പറ്റിയത്. നമ്മൾ 2ാം ദിവസം പോകണമെന്ന് വെച്ചാൽ ഏറ്റവും ഗുഡ് ബുക്സ് എപ്പോഴും വിറ്റ് പോയിട്ടുണ്ടാവും, ആൾക്കാർ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റണത് ഈ 1200 രൂപയുടെ നമ്മൾ ബോക്സ് എടുക്കുമ്പോണ്ടല്ലോ, നമുക്ക് ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മുങ്ങി തപ്പിയാൽ നമുക്ക് നല്ല ബുക്കുകൾ കിട്ടും. മാക്സിമം ഒരു 2-3 ബുക്കുകൾ കിട്ടും. ബാക്കി നമ്മൾ ആവറേജ് ബുക്ക്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ചൂസ് ചെയ്യുന്നത് എനിക്ക് 2-3 നല്ല ഗുഡ് ബുക്കുകൾ കിട്ടി. അതിന് പ്രൈസ് റേഞ്ച് വരുന്നത് 400-500 റുപ്പീസാണ്. ബാക്കി ബുക്കുകൾ നമ്മൾ കഷ്ടപ്പെട്ട് കുത്തി കയറ്റി വെച്ച് നമ്മളിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബുക്ക് ചോർ ലോക്ക് ദ ബോക്സിൻ്റെ അൺബോക്സിങ്ങിലോട്ട് കിടക്കാം. നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാനുള്ള ബോക്സ് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഓരോ ബുക്കുകൾ ഓരോന്നോരോന്നായിട്ട് എടുക്കാം. ഫസ്റ്റ് ബുക്ക് ബറാബങ്കി, അനൂജ് തിവാരി. ഒരു കോളേജിൽ നടക്കുന്ന ഒരു ക്രൈം ത്രില്ലറാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഞാനപ്പോൾ കുറച്ച് ബുക്സുകൾ ചൂസ് ചെയ്യുമ്പോണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും ഫില്ലപ്പ് ചെയ്യാനാണെങ്കിൽ ചെറിയ ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ ഞാൻ നീങ്ങുന്നത് ക്രൈം ത്രില്ലറിലോട്ടാണ്. അപ്പോൾ അവിടെ കണ്ടതിൽ നമുക്ക് ആ ഫൈനൽ സ്പേസ് നമുക്ക് ഫില്ല് ചെയ്യാൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബുക്ക് കിട്ടിയതാണ്. ബറാബങ്കി, അനൂജ് തിവാരി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബുക്ക്. സെക്കൻഡ് ബുക്കിലോട്ട് നമുക്ക് പോവാം. അറ്റൻഡ് ആണ്, വെസ്റ്റ് കാമൽ. ഇതും ഒരു മിസ്റ്ററി നോവലാണ്. ഇതും ഞാൻ ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. പക്ഷെ ബുക്കിന് കാണാനൊരു ഭംഗിയുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ഞാൻ ചൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ബാക്കിലത്തെ ഇതും ഇൻട്രൊഡക്ഷനും ചെറുതായിട്ട് വായിച്ചിരുന്നു. ഒരു മിസ്റ്ററി നോവലായിട്ടാണ് ഞാൻ കണ്ടത്, അതുകൊണ്ട് ഞാൻ ഈ ബുക്ക് ചൂസ് ചെയ്തു. ഓക്കെ, തേർഡ് ബുക്കിലോട്ട് നമുക്ക് പോകാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് മുങ്ങി തപ്പിയ കുറച്ച് 2-3 നല്ല ബുക്കുകൾ നമുക്ക് കിട്ടുന്നു. അപ്പോൾ അതിൽ എനിക്കെടുത്ത ഒരു ബുക്കാണ് ഡെത്ത്, സദ്ഗുരുവിൻ്റെ. ഓർത്തിട്ടാന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. കാരണം അതിൽ പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് ബുക്സുകൾ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതിൽ പോപ്പുലർ ആയിട്ടൊരു ബുക്കാണ് സദ്ഗുരുവിനെ കണ്ടത്. ബുക്ക് കാണുമ്പോൾ നമുക്ക് ഫ്രഷ് ബുക്കൊന്നും തോന്നില്ല, സെക്കൻഡ് ഹാൻഡ് ബുക്ക് പോലെ തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. എന്നാലും ഇതിൻ്റെ വില വരുന്നത് ഏകദേശം 300 രൂപയാണ്. എന്നാലും ദിസ് ഇസ് വർത്ത് ഇറ്റ്. അതായിരുന്നു നമ്മുടെ തേർഡ് ബുക്ക്. ഫോർത്ത് ബുക്കാണ് കോൾഡ് ജസ്റ്റിസ്. ഇതും ഒരു ക്രൈം ത്രില്ലറാണ്, ആൻഡ് മിഡിൽട്ടൻ്റെ. ഞാൻ അമീർപേട്ടിലുള്ള ബുക്ക് ഫെയറിന് പോയപ്പോഴും അപ്പോൾ അവിടെ 2-3 ബുക്ക് നല്ല കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഫില്ല് ചെയ്യാൻ വേണ്ടി എടുത്തത് എല്ലാം ക്രൈം ത്രില്ലേഴ്സാണ്. അതുപോലെ തന്നെ ഒരു ക്രൈം ത്രില്ലറാണ് കോൾഡ് ജസ്റ്റിസ്. ഇതിൻ്റെയും ബാക്കിലുള്ള ഇത് വായിച്ചിട്ടാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നല്ലൊരു ക്രൈം ത്രില്ലർ ആയിരിക്കും എന്ന്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അതിൽ എല്ലാം പൗണ്ടിലായിട്ട് എഴുതിയാണ്. നമുക്കറിയില്ല എന്താ പ്രൈസ് എന്ന്. അപ്പോൾ ഇതാണ് കിട്ടിയിരിക്കുന്ന ഫോർത്ത് ബുക്ക്. ഓക്കെ, ഫിഫ്ത്ത് ബുക്കാണ് ഞാൻ ഹാപ്പിയായ ഫേവറേറ്റ് ബുക്ക്. ഞാൻ വായിച്ചിട്ടുള്ള ഇതുവരെയായിട്ടും ഫ്യോഡോർ ദസ്തോവ്സ്കിയുടെ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്. കുറേ നാളായി വായിക്കുന്നു, കുറേ റീലുകളായി കാണുന്നു. പക്ഷെ ഇത്രയും കട്ടിയുള്ള ഇത്രയും വലിയ ബുക്കാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതിൻ്റെ ഇന്ത്യൻ മണി വരുന്നത് 500 റുപ്പീസാണ്. എന്നാലും 1200 രൂപയ്ക്ക് ഇത്രയും ബുക്കും ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് കിട്ടാന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ആക്ച്വലി ബ്ലെസ്ഡ്. ഇതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഉള്ളിൽ കൂടെ ഒന്ന് വായിച്ച് നോക്കുമ്പോഴല്ലോ, ഈ ഷേക്സ്പിയർ ലെവൽ പോലത്തെ വലിയ ഇംഗ്ലീഷ് ഒന്നുമല്ല. ഇറ്റ്സ് നോർമൽ ക്ലാസിക് ആണെങ്കിലും 1800s സ്റ്റോറി ആണെങ്കിൽ കൂടി ആക്ച്വലി
ഈസ് റീഡബിൾ ഇംഗ്ലീഷാണ്. അതിൽ ഞാൻ ഹാപ്പിയാണ്. സോ ഫിഫ്ത്ത് ബുക്ക് ഇസ് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്. ഓക്കെ, നമുക്കപ്പോൾ സിക്സ്ത് ബുക്കിലേക്ക് കടക്കാം. ഹൗ ടു ഹാവ് റിവാർഡിംഗ് റിലേഷൻഷിപ്പ്, വിൻ ട്രസ്റ്റ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ, ഡെയിൽ കാർണഗിയുടെയാണ്. ഡെയിൽ കാർണഗിയുടെ ഹൗ ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ ആൻഡ് മേക്ക് ഫ്രണ്ട്സ് എന്ന ബുക്ക് ഞാൻ വായിച്ചിരുന്നു. അത് വളരെ 1900 ഇറങ്ങിയതാണെങ്കിലും അത് അടിപൊളി ബുക്കായിരുന്നു, ബെസ്റ്റ് സെല്ലറായിരുന്നു. ഒരുപാട് ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്ത ബുക്കാണ്. അപ്പോൾ ആളുടെ തന്നെ വേറൊരു ബുക്കാണ് ഡെയിൽ കാർണഗി എന്ന് വായിച്ചുകൊണ്ട് മാത്രം ഞാൻ ഈ ബുക്ക് ഞാൻ ചൂസ് ചെയ്തത്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വെറും 200 റുപ്പീസാണ്, ബട്ട് ആക്ച്വലി ഇറ്റ്സ് വർത്ത് ഇറ്റ്. സോ ദിസ് ഈസ് ദ സിക്സ്ത് ബുക്ക്. സെവൻത്ത് ബുക്ക് എന്ന് പറയുന്നത് ദ മാർഷ്മെലോ ടെസ്റ്റാണ്. നമ്മൾ പലർക്കും ഈ മാർഷ്മെലോ ടെസ്റ്റ് അറിയണ്ടായിരിക്കും. കുട്ടികളിൽ കുറച്ച് പേർക്ക് ഇങ്ങനെ മിഠായി കൊടുത്ത്, അപ്പോൾ ആരൊക്കെ അപ്പം മിഠായി അപ്പം കഴിച്ചു, ആരൊക്കെ പിന്നീടേക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ലോങ് ടേം കോമ്പൗണ്ടിങ് എന്നുള്ളൊരു ഇൻട്രസ്റ്റ് പോലത്തെ ആ ഒരു ടോപ്പിക്കിലാണ് എത്തണത്. അപ്പോൾ വാൾട്ടർ മിഷൽ ആണ് ഇതിൻ്റെ ഓഥർ. ഇതിൻ്റെ പ്രൈസ് ഓക്കെ പൗണ്ടിലാണ്, നമുക്കറിയില്ല. ദ മാർഷ്മെലോ ടെസ്റ്റ്, വാൾട്ടർ മിഷേൽ. ഇതാണ് 1 2 3 സെവൻത്ത് ബുക്ക്. ഓക്കെ, ദ എയ്ത്ത് ബുക്ക് ഇസ് ദ ഗേൾ വിത്ത് എ ഡ്രാഗൺ ടാറ്റു. ഇതാണ് ബുക്ക്. നമ്മൾ പലരും ചിലവരൊക്കെ അത് കണ്ടിട്ടുണ്ടാവും. ബുക്ക് ടോക്കും ഇൻസ്റ്റാഗ്രാം അവരൊക്കെ കാണുന്നവരൊക്കെ ചിലപ്പോൾ ഇത് കണ്ടിട്ടുണ്ടാവും. അത്യാവശ്യം ഫേമസ് ആയ ബുക്കാണ്, ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ളൊരു ബുക്കാണ്. സ്റ്റീഗ് ലാർസൺ ആണ് ഇതിൻ്റെ ഓത്തർ. ഇതിൽ 5 പൗണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്, ഇന്ത്യൻ മണി കാണിക്കുന്നില്ല. ബട്ട് ആക്ച്വലി ദിസ് ഇസ് എ ഗുഡ് റീഡ്. ഞാൻ വീണ്ടും ക്രൈം ത്രില്ലർ തന്നെയാണ് ചൂസ് ചെയ്തത്. 9ാമത്തെ ബുക്കാണ് മർഡർ അറ്റ് ലോർഡ്സ്, ഹാരി ഓത്ത്ലട്ടൺ ആൻഡ് ജോൺ എച്ച് വറീസ്. വീണ്ടും ഒരു ക്രൈം ത്രില്ലറാണ് ഞാൻ ചൂസ് ചെയ്തതാണ്. ഇത് റൂപ പബ്ലിക്കേഷൻസ് ആണ്. വുതറിംഗ് ഹൈറ്റ്സ് ഒക്കെ, എമിലി ബ്രോണ്ടിൻ്റെ വുതറിംഗ് ഹൈറ്റ്സ് ഒക്കെ പബ്ലിഷ് ചെയ്തതാണ് റൂപ പബ്ലിക്കേഷൻസ്. ഇതിൻ്റെ വില വരുന്നത് 295 റുപ്പീസാണ്. ഇത് നമ്മൾ ഫിൽ ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്ത ഒരു മർഡർ സ്റ്റോറിയാണ്. ദിസ് ഇസ് അവർ 10th ആൻഡ് ലാസ്റ്റ് ബുക്ക്. ഇത് എനിക്ക് കിട്ടിയത് ഐ എം ലക്കി. മാർക്കസ് എംസ് ഗുലാം ആൻഡ് അതേഴ്സ്, ബെന്യാമിൻ്റെ ചെറുകഥകളാണ്. ഇതിൻ്റെ വില 400 രൂപയാണ്. ഇത് അതിൻ്റെ ഉള്ളിൽ കണ്ടു തന്നെ വലിയ സന്തോഷം, ബെന്യാമിൻ്റെ സ്റ്റോറീസൊക്കെ. ആകെ 2-3 ബുക്കുകൾ ഒഴിച്ച് ബാക്കി ക്രൈം ത്രില്ലേഴ്സ് എല്ലാത്തിൽ കിട്ടിയില്ല. ഐ തിങ്ക് ദിസ് ഇസ് വൺ ഓഫ് ദി ജെംസ് ഐ ഗോട്ട് ഫ്രം ബുക്ക് സ്റ്റോർ. സോ ദിസ് ഇസ് അവർ 10th ബുക്ക്, ബെന്യാമിൻ്റെ സെലക്റ്റഡ് സ്റ്റോറീസ്. ഈ എടുത്ത 10 ബുക്കുകളിലും 5 ബുക്കുകൾ ക്രൈം ത്രില്ലറാണ്. നമുക്ക് അതാണ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ട ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്കുകൾ ഞാൻ കണ്ടിരിക്കുന്നത്. നമ്മളിതിൽ ഓത്തേഴ്സിനെ അറിഞ്ഞിട്ട് മേടിച്ച ബുക്സ് ക്രൈം ആൻഡ് പണിഷ്മെൻ്റ് ആണ്, ദസ്തോസ്കിയുടെ, സദ്ഗുരുവിൻ്റെ ഡെത്ത്, പിന്നെ ബെന്യാമിൻ്റെ ഷോർട്ട് സ്റ്റോറീസ്, പിന്നെ ഡെയിൽ കാർണഗിയുടെ ഹൗ ടു ഹാവ് റിവാർഡിംഗ് റിലേഷൻഷിപ്പ് ആൻഡ് വിൻ ട്രസ്റ്റ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ. ഇതാണ് നമുക്കിങ്ങനെ അറിയാവുന്ന ഓത്തേഴ്സിൻ്റെ ഒന്നും ഞാൻ എടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം ക്രൈം സ്റ്റോറീസാണ്. സോ ഈ ഒരു 1200 രൂപയുടെ ഈ ഒരു ബോക്സിൽ നിന്ന് എനിക്ക് കുത്തികയറ്റാൻ പറ്റിയത് ഓൾമോസ്റ്റ് 10 ബുക്സാണ്. ഇതിൽ സദ്ഗുരുവിൻ്റെ ഡെത്ത്, അതും പിന്നെ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റും, അത് ഇച്ചിരി വലിയ ബുക്കുകളായിട്ടാണ് ഇതിൽ അത്രയും സ്പേസ് പോയത്. ഇത് രണ്ടും ചൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നെങ്കിൽ, ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് ഞാൻ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഇനിയും 2-3 ക്രൈം ത്രില്ലേഴ്സ് ഇനിയും കയറിയാണ്. അപ്പോൾ മാക്സിമം ഒരു 13-14 ബുക്കുകൾ ഇനിയും കയറുമായിരുന്നു ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് ഇല്ലായിരുന്നെങ്കിൽ. അങ്ങനെക്കാരെല്ലാവരും ഇത് വിസിറ്റ് ചെയ്യണത് ആക്ച്വലി നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മളൊന്ന് മുങ്ങി തപ്പിയാൽ ആക്ച്വലി 2-3 ബുക്കുകളൊക്കെ നല്ലത് കിട്ടും. അത് തന്നെ ആക്ച്വലി ഫസ്റ്റത്തെ 1200 രൂപയുടെ ഇതിന് വർത്തിട്ടാണ്. ബാക്കിയെല്ലാം നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ബുക്കുകളാണല്ലോ ഫില്ല് ചെയ്യുക. എൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ത്രില്ലർ ബുക്സാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ്. അപ്പോൾ അങ്ങനത്തേലാണ്. ഇനി ഇതിൽ ഏത് ബുക്കാണ് നമ്മളെ നല്ലപോലെ ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. നമ്മൾ അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.